ഇവിടെ ഒരു ഉള്ളി തീയൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ബൗൾ അടുപ്പയിൽ വെച്ച് എണ്ണ ഒഴിക്കുക. തിളയ്ക്കുമ്പോൾ കടുകിടുക. കടുക് പൊട്ടിച്ച ശേഷം ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് മൂത്ത ശേഷം തേങ്ങ വറുത്ത് ചെറിയുള്ളിയും പുളിയും ചേർത്ത് വറുത്ത് അരച്ച് വെച്ചിരുന്നത് ഒഴിച്ച് തിളപ്പിച്ചു. അതിനു മുമ്പ് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തക്കാളിയും ചെറിയ ഉള്ളിയും വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്പൂൺ ചെറിയ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രത്യേകം മുരിങ്ങയൊക്കെ വേവിച്ച് വെച്ചു. ഇത് മൂന്നും കൂടി ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തേങ്ങ അരച്ച് വറുത്തരച്ച് കടുവറുത്തയിൽ ഒഴിച്ച് തിളപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകളൂടി അതിനോടൊപ്പം ചേർക്കുകയാണ്. അങ്ങനെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി അത് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റണം. തിളയ്ക്കാനിട്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുണ്ട് ഉള്ളിത്തീയലിന്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം തീയൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഒരു ബൗൾ അടുപ്പി വെച്ച് അതിൽ കടുവും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കടുക് വറുത്ത ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം തേങ്ങ വറുത്തരച്ചു. തേങ്ങ വറുക്കാനായിട്ട് കുറച്ച് പുളിയും ചെറിയ ഉള്ളിയും ചേർത്ത് വറുത്തരച്ച് ഇതിലോട്ടൊഴിച്ചിട്ട് മുരിങ്ങയ്ക്ക് ഒന്നിൽ വേവിച്ച് വെച്ചിരുന്നു. വേറൊരു ബൗളിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് അതിലൊരു തക്കാളിയും കൂടി ഇട്ട് മൂപ്പിച്ചു വെച്ചിരുന്നു. അത് ഇതിൽ കൂടി ചേർത്ത് അങ്ങനെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഉള്ളിത്തീയൽ. അതിനോടൊപ്പം ചോറിനോടൊപ്പം ഉള്ളിത്തീയൽ, പിന്നെ തോരൻ വെച്ച് വെച്ചിട്ടുണ്ട്. തോരൻ, പിന്നെ മാങ്ങ അച്ചാർ. ഇന്ന് വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പം അങ്ങനെ ഇന്ന് ഉച്ചയോണന് കറി റെഡിയായി.